2023-24 സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണശാല ആരംഭിക്കാനുള്ള പ്രാരംഭ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തുവന്നത്. ആദ്യം ബ്രുവറി എന്നാണ് കേട്ടതെങ്കിൽ ഉത്തരവ് പുറത്തു വരുമ്പോൾ വിശാലമായ ഒരു മദ്യനിർമ്മാണ പ്ലാന്റാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാകുന്നു. 4 ഘട്ടങ്ങളായിട്ടാണ് ഈ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയിരിക്കുന്നത്. 1ാം ഘട്ടത്തിൽ ബോട്ട്ലിംഗ് പ്ലാന്റ്, 2ാം ഘട്ടത്തിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കാനുള്ള പ്ലാന്റ്, 3ാം ഘട്ടത്തിൽ ബ്രാൻഡി വൈൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റ്, 4ാം ഘട്ടത്തിൽ ബ്രുവറി. സംയോജിത മദ്യനിർമ്മാണ യൂണിറ്റ് എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഒയാസിസ് കമ്പനിയുമായി ബന്ധപ്പെട്ട പഠനത്തിന് ശേഷം എക്സൈസ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് ഒരു വിശദീകരണ കുറിപ്പ് കൂടിയാണ്. മദ്യനിർമ്മാണശാല വന്നാൽ കഞ്ചിക്കോട് മേഖലയിൽ വലിയ തോതിൽ ജലചൂഷണം നടക്കും എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. എന്നാൽ ഇതിനുള്ള വിശദീകരണം കൂടി ഈ ഉത്തരവിലുണ്ട്. മദ്യനിർമ്മാണശാലയ്ക്ക് ആവശ്യമായ ജലം നൽകാൻ വാട്ടർ അതോറിറ്റിയുടെ അനുമതിയുണ്ടെന്ന് ഈ ഉത്തരവിൽ പറയുന്നു. ഇതുകൂടാതെ റെയിൻ ഹാർവസ്റ്റിംഗ് വഴി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും ഈ പ്ലാന്റിനുണ്ട്. അതോടുകൂടി ഭൂഗർഭ ജലചൂഷണം ഉണ്ടാകില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത്. സ്പിരിറ്റ് നിർമ്മാണത്തിനായി ഈ പ്ലാന്റിൽ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നത് ഉപയോഗശൂന്യമായ അരിയും ചോളവും പച്ചക്കറി വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം ലഭിക്കുമെന്നാണ് ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. പ്ലാന്റ് വരുന്നതോടെ സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇതുകൂടാതെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും ഈ ഉത്തരവിലുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആരോപണ വിധേയമായ കമ്പനിയാണ്. കൂടാതെ പഞ്ചാബിൽ ജലചൂഷണത്തിന്റെ പേരിലും മലിനീകരണത്തിന്റെ പേരിലും ആരോപണം നേരിടുന്ന കമ്പനിയാണ്. ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. ഇതിനെ മറികടക്കാനുള്ള വിശദീകരണവും ഈ ഉത്തരവിലുണ്ട്. കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ കമ്പനികളാണ്. പഞ്ചാബിലും ഹരിയാനയിലും അടക്കം 20 വർഷത്തോളം സമാനമായ പ്ലാന്റ് നടത്തി പരിചയമുള്ളവരാണ്. കഞ്ചിക്കോട് വ്യവസായ പാർക്കിനോട് ചേർന്ന് 24 ഏക്കറോളം ഭൂമി ഈ കമ്പനിക്ക് ഉണ്ടെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതായാലും 600 കോടിയോളം രൂപ മുടക്കി വമ്പൻ മദ്യനിർമ്മാണ പ്ലാന്റിനാണ് സംസ്ഥാന സർക്കാർ കഞ്ചിക്കോട്ട് ലക്ഷ്യമിടുന്നത്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.